എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ സ്നേഹികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ED കേസിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അവരെ ആരെയും ED അറസ്റ്റ് ചെയ്തിട്ടില്ല. ചിലരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ഈ EDയുടെ ഒരു മാനദണ്ഡം? എന്താണ് ഈ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്? അറസ്റ്റ് ചെയ്യുക, കേസെടുക്കുക എന്നീ കാര്യങ്ങളിൽ EDയുടെ മാനദണ്ഡം എന്താണ്? അത് ഇപ്പോഴത്തെ പുതിയ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ BJPയോട് ഒട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ BJP ചേർന്ന, അല്ലെങ്കിൽ BJPയോട് ചായവുള്ള ആൾക്കാർക്ക് EDയെ പേടിക്കണം. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ ഓപ്പോസിറ്റ് ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ BJP എതിർക്കുന്ന ആൾക്കാർക്കെതിരെ എപ്പോഴും ED ഒരു പേടി സ്വപ്നമാണ്. അപ്പം ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും ED ഒരു അന്വേഷണമായിട്ട് വരാത്തതിൻ്റെ കാരണവും ഏതാണ്ട് ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു കാർട്ടൂൺ വരയ്ക്കേണ്ടത്. അതായത് ED ഭയങ്കരമായിട്ട് ഈ രാജ്യം മുഴുവൻ ഓടി നടന്ന് എല്ലാ അഴിമതിക്കാരെ അകത്താക്കുന്ന ഒരു ഘട്ടമാണ്. എന്നാൽ ചില അഴിമതിക്കാരെ അവർ തൊടുന്നുമില്ല, മാറി നിൽക്കും. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്ന കണക്ക് ഇത് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ED. പക്ഷേ BJPയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ED പെട്ടെന്ന് നിൽക്കും. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പഴയ പുരാണ കഥയാണ്. നമ്മുടെ പുരാണത്തിൽ മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. മാർക്കണ്ഡേയൻ പിന്നെ 18ാമത്തെ വയസ്സിൽ മരണം പുൽകുമെന്നായപ്പോഴേക്കും കാലൻ പോത്തിൻ്റെ പുറത്ത് കാലവാശവുമായിട്ട് പിന്നാലെ വരുമ്പോൾ ഈ ഇദ്ദേഹം ചെന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കുന്നതും, ഈ കാലൻ ഈ ശിവലിംഗം ഉൾപ്പെടെ ബന്ധനസ്ഥനാക്കുന്നതും, ഒടുക്കം ഈ കാലനെ ശിവൻ ശപിച്ച് ഭസ്മമാക്കുന്നതുമാണ് ആ കഥ. അപ്പോൾ അതുമായിട്ട് നമുക്കിതിനെ ഒന്ന് ബന്ധിപ്പിക്കാം. നമുക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇട്ടിട്ടില്ല. അതായത് ഇത് വരയ്ക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ദൃശ്യവൽക്കരിക്കാനുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് താമസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളെ നമ്മളിത് ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതായത് ഇപ്പം മാർക്കണ്ഡേയൻ വന്ന് അഭയം പ്രാപിച്ചത് നമ്മുടെ ശിവലിംഗത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ശിവലിംഗം തന്നെയാണ് നമ്മളിത് വരയ്ക്കുന്നത്. നമുക്ക് മുഴുവനും വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം, ഈ താമസം കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരച്ചിട്ട് ഞാൻ കാണിക്കാം. ഇത് നമ്മളൊരു ശിവലിംഗമാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഈ മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഈ മാർക്കണ്ഡേയനാണ്. മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം ഈ പറഞ്ഞ കണക്ക് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ശിവലിംഗം എന്താണെന്ന് നമുക്കിപ്പം ഈ വരയിലൂടെ കാണാം. ശിവലിംഗമായി. അപ്പം ഈ ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാർക്കണ്ഡേയനായ നമ്മുടെ പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം ഈ ശിവലിംഗം ആരായിരിക്കണം? നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് ശിവലിംഗം നമ്മുടെ മോഡി ആയിരിക്കണം. ഇനി നമ്മുടെ ഈ കാലൻ പാശമായിട്ട് വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന നമ്മുടെ മാർക്കണ്ഡേയൻ്റെ സ്ഥാനത്ത് നമ്മൾ വരയ്ക്കുന്നത് ഇദ്ദേഹത്തിനാണ്, നമ്മുടെ ഇരട്ടച്ചങ്കനെയാണ്.
നമുക്ക് ഇപ്പോൾ പഴയ ഒരു 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 പാട്ടുണ്ട്, ആപതി കിം കരണീയം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതായത് ആപത്ത് വരുമ്പോൾ എന്താണ് കരണീയമായിട്ടുള്ളത്, ഈ ഭഗവതിയുടെ കാൽക്കൽ വീഴുക എന്നാണ് കവി പാട്ടിനകത്ത് പാടുന്നത്. ആപതി കിം കരണീയം കരണീയം തവ പദയുഗ ചരണങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് ആപത്ത് കാലത്ത് നമ്മുടെ ഇദ്ദേഹത്തിനെ മറ്റേ പരമശിവന്റെ ശിവലിംഗത്തെ സമീപിക്കുകയാണ്. ഇതാണ് ഇദ്ദേഹം ഇഡിയുടെ കണ്ണിൽ പെടാത്തതിന്റെ കാരണം. ഇതാണ് നമുക്ക് മൂന്നാമത് ഒരു ക്യാരക്ടർ ഉള്ളത് നമ്മുടെ കാലനാണ്, യമകിങ്കരനാണ്. അപ്പോൾ യമകിങ്കരൻ എന്ന് പറയുമ്പോൾ ഇഡിയാണ്. യമകിങ്കരൻ വരുന്നത് പോത്തിൻ്റെ പോത്താണ് യമധർമ്മൻ്റെ വാഹനം. അപ്പോൾ പോത്തിൻ്റെ പുറത്ത് എഴുന്നള്ളുന്ന യമധർമ്മനാണ് കാലഭാഷവുമായിട്ട്. ഇപ്പോൾ നമുക്ക് പോത്തിൻ്റെ മുഴുവനും ഭാഗം നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, ഇവിടെ സ്ഥലം തികയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പാർട്ട് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഈ കാലനായിട്ട് വരുന്നത് ഇഡിയാണ്. അപ്പോൾ ഇത് ഇഡിയുടെ മുഖത്ത് ചിരിയാണ് വരുന്നത്. അതായത് ഇദ്ദേഹം ഇവിടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാലകാലനായ ശിവന്റെ അടുത്ത് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ലല്ലോ. അതാ നമുക്കിനി ഇതിന്റെ ഇങ്കിങ്ങിലോട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്ത് ആ പേടിയും വിറയിലും എല്ലാം കാണും. ഇത് ഈ കയ്യടക്ക് ഈ ഭാഗത്ത് ഈ സ്ട്രൈറ്റ് ആൻഡ് കർവ് ലൈൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒറ്റ ലൈനാണ് കണ്ടത്. നമ്മൾ അതിൻ്റെ ഫോഴ്സ്, ആ വരുന്ന ഫോഴ്സ് മൊത്തം ഈ ലൈനെ നമുക്ക് എടുക്കാൻ പറ്റണം. അതാണ് ഈ ഒറ്റ ലൈൻ കൊണ്ടുള്ള ഗുണമത. നമുക്ക് ആ ഒരു ഫോഴ്സ് മൊത്തം കാണാൻ പറ്റും. കാർട്ടൂണിൻ്റെ ഫൈനലായിട്ടുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഒരു അടിക്കുറിപ്പ് എഴുതി, ആപതി കിം കരണീയം. ഇത് ആപത്തിൽ എന്താണ് കരണീയമായിട്ടുള്ളത്, അതാണ് ഇഡിയിൽ നിന്ന് നമ്മുടെ ഇരട്ടച്ചങ്കൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇഡി വരുമ്പോഴത്തേക്കും അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുന്നത് മോഡിയുടെ അടുത്താണ്. ഇഡി പേടി കളയാൻ മോഡി. അപ്പം മറ്റേ പോത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന ഇഡിയാണ്. നമുക്ക് അവിടെ ഒന്ന് ഇഡിന്ന് എഴുതണം. അത് നമുക്ക് ലാസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.